ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ രാവിലെ എണീച്ച് കളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നോർമലി സൺഡേസിൽ എല്ലാവരും ഉറങ്ങും. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് പിള്ളേർ മാത്രം സൺഡേയിലും മാത്രം രാവിലെ നേരത്തെ എണീക്കും. എന്നിട്ട് കോളേജിലാണ് അപ്പോൾ ഒരു 6 മാസം മുന്നൊക്കെ ടർഫിലൊക്കെ ആയിരുന്നു കളിക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വന്ന് ഒരു ദിവസം ഗ്രൗണ്ടിൽ കളിച്ചപ്പോൾ തന്നെ സെറ്റായി. അപ്പോൾ ഗ്രൗണ്ട് കുറച്ചും കൂടി ബെറ്ററാണെന്ന് തോന്നി. കാരണം നല്ലോണം സ്പേസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ സ്ഥലം എവിടെ പറഞ്ഞു വെച്ചാൽ ചിറ്റൂർ കോളേജാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കും. കണ്ടല്ലേ, ഫുള്ള് കാടാണ്, അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് നേച്ചറിൽ പ്രകൃതിയുമായിട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മരങ്ങളാണ്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ബാക്ക് സൈഡിൽ കൂടെയൊക്കെ വരുന്നത്. ഫ്രണ്ടിലൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ്. ഫുള്ള് എന്താ പറയുക, നമ്മളൊരു കാട്ടിൽ വരുന്ന ഫീൽ ഉണ്ടാവും. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. എനിക്കൊന്നും ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. അത്രയ്ക്കുള്ള സ്കോറും ഇല്ല, മാർക്കും വേണമല്ലോ. അപ്പോൾ ഇനി കളീൻ്റെ ഇടയിൽ കാണാം. ടീമറിൻ്റെ തിരക്കാണ്. അതാ ടോസിങ് ആയി. അതാ ഫസ്റ്റ് ബോൾ ഇട്ടുണ്ടാണ്. അതാ പോയി. വലിയ ക്ലിയർ ഇല്ലാതെ തോന്നണം കേട്ടോ. സൂര്യൻ ഈ ഭാഗത്തായതുകൊണ്ട് കുറച്ച് ഇരുണ്ട പോലെയൊക്കെ തോന്നണ്ട. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. അതാ അടിച്ച് ക്യാച്ചാ പോയി. വിക്കറ്റ് പോയി. ഞങ്ങളുടെ ടീം എന്താ ഇങ്ങനെ ആദ്യം തന്നെ 2 ബോളിൽ വിക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് കളി തോറ്റു. രണ്ടാമത്തെ കളി ഫീൽഡിങ് ചെയ്തു. സ്കോർ 21 ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ബാറ്റിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിക്കറാ. അയ്യോ, ഒരു ചെറിയ കുട്ടിയുണ്ട്, വെറുതെ ബോളെടുത്ത് സ്റ്റമ്പിക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 42 സ്കോറുണ്ട്. ഞങ്ങൾ ആദ്യം ബോളിങ്ങാണ് വീക്കെന്ന് വിചാരിച്ചപ്പോൾ ബോളിങ്ങും ബാറ്റിങ്ങും വീക്കാണ്. ഇനിയിപ്പോൾ അടുത്ത കളി ജയിക്കുമോ നോക്കാം. ഇനിയിപ്പോൾ ടാർഗറ്റ് 42 വന്നിരിക്കുന്നത്. നോക്കാം. 5 ഓവറാണ് കേട്ടോ കളി, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നോക്കാം ജയിക്കുമെന്ന്. പോരാ, ഫസ്റ്റ് ഓവറിലെ കാര്യമില്ല. ഇനി 6 ഒക്കെ വരാൻ സമയമെടുക്കും. റങ്കി ഇത് ഹിറ്റർ അടിക്ക്. റങ്കി ബോളറുടെ മെയിൻ പിഷ്കല്ലാണ് കേട്ടോ, സഞ്ജയ്. ഇവിടെ ആകെയുള്ള ബുദ്ധിമുട്ട് ലെഗ് സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇതാണ്ടില്ല, ഇതിൻ്റെ കോമ്പൗണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബോൾ എടുക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ വേറെ ബോൾ യൂസ് ചെയ്ത് കളിക്കും. അതുകൊണ്ട് പഴയതുപോലെ എന്താ പറയുക, ഒറ്റ ബോളിൽ തന്നെ കളിക്കുന്നില്ല ഇപ്പോൾ. അത്യാവശ്യം ഫണ്ടൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. സ്കോർ 33 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 6 അടിച്ചു, പക്ഷേ കിട്ടിയില്ല കേട്ടോ. ഷോട്ട് മിസ്സായി. അതാണ് ക്യാമറ എപ്പോൾ ഓഫ് ചെയ്യണം അപ്പോഴാണ് ഇവന്മാരെ അടിക്കുന്നത്. അതല്ലേ, ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും അടിക്കും, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാത്രം അടിക്കും. ഇനി ജയിക്കാൻ വെറും 3 റണ്ണ് മാത്രം. കമോൺ. ഓ, ക്യാമറ ഓഫ് ചെയ്യണത് ബെറ്റർ തോന്നുന്നു ജയിക്കാൻ. നീ 6 അടിക്കി. ആണ്ടില്ലേ, വീട്ടിൽ എടുക്കുമ്പോൾ ഒന്നും അടിക്കാനില്ല.
വൈഡ് കിട്ടി, 2 റൺ മതി. അതാ പോയി, എവിടെയോ എത്തിപ്പോൾ ജയിച്ചിരിക്കണു ആ പാതി കളി. ഇപ്പോൾ ഒരു 1-2 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫീൽഡിങ്ങിൻ്റെ അവിടെ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ കളി സുഖം ഉണ്ടായില്ല. അതാണ് ഞാൻ ഫീൽഡിങ് സമയത്ത് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കളി കളിക്കട്ടെ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോ. കളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലൈമും പപ്സും ഹെൽത്തി ഫുഡൊന്നും അല്ല, വെറുതെ ഒരു ടൈമാണ്. ഹായ്, അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബക്കറ്റ്. അപ്പോൾ അടുത്ത പരിപാടിയാണ്, ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് മീൻ പിടിക്കലാണ്. ഫ്രണ്ടിൽ 2 പേര് പോകണം. അപ്പോൾ ഇത് പുഴ സൈഡാണ് കേട്ടോ പോണത്. ഇപ്പോൾ വലിയതായിട്ട് വെള്ളമില്ല, പക്ഷെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്നപ്പോൾ സമയത്ത് അത്യാവശ്യം വെള്ളം ഇതിനേക്കാളും കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ മീൻ കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ പോയി നോക്കാം, ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഞാനേ ക്യാമറ ഓഫ് ചെയ്യണം കേട്ടോ, അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വഴിക്ക് എവിടെയെങ്കിലും വീണാലേ പണിയായി. ഞാൻ സ്പോട്ടൊക്കെ തീരുമാനിച്ചു, ഇനി പ്രിപ്പറേഷൻ തുടങ്ങട്ടെ. ഇതെവിടെയാണ് ഇടേണ്ടത് നോക്കാം, വല്ലതും കിട്ടുമെന്ന്. കൊത്തുണ്ടോ വല്ലതും ഇല്ലേ? അടിപൊളി ഫൈറ്റിംഗ് ലൊക്കേഷൻ. കാള സിനിമ കണ്ടവർക്ക് അറിയാം, അതിന് ഏകദേശം ഇതുപോലെയാണ്. അതും ഒരു ഫുള്ളും എന്താ പറയുക, ഫാമൊക്കെയാണ്, കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഉള്ള പരിപാടി. അതേ ഒരു ആംബിയൻസാണ്. ഇവിടെ കുറച്ച് വെളിച്ചം വരുന്നുണ്ട്. ആ സിനിമയിലാകുമ്പോൾ കുറച്ചും കൂടി ഇരുട്ട് പോലെ ആയിരിക്കും, കാരണം അത് എനിക്ക് തോന്നുന്നു ഹിൽ സ്റ്റേഷൻ തോന്നുന്നു സ്പോട്ട്. ഇടി മീൻ പിടിക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും നിൽക്കണില്ല, വീഡിയോ മതിയാക്കല്ലേ, വെറുതെ എടുത്തുകൊണ്ടിരിക്കണം. എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഇത്ര മീനാണ് കേട്ടോ കിട്ടിയിരിക്കണത്, കുറവാണ് കിട്ടിയിരിക്കണേ. ആകെ ഞാൻ 2 പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അധികമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നിർത്തുകയാണ്, മടുത്തു ഇരുന്ന്. അപ്പോൾ ഫിഫ കാണാൻ വേണ്ടിയിട്ട് പ്രൊജക്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ഡാനി. കൂടൊക്കെ എപ്പോഴാണ് സെറ്റാക്കിയത്, ആളിൽ വെളിയിലേ ഇറക്കിയിട്ടില്ല, ഭയങ്കര സ്മെല്ലുമായി. ഭയങ്കര ആക്റ്റീവാണ്, പുറത്തിറങ്ങണം പറഞ്ഞിട്ട്. അപ്പോൾ ഫിഫ ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ എന്തായാലും അർജൻറ്റീന ജയിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ബൈ.